നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇപ്പോഴും മഞ്ജുവിന്റെ കാശ് കൊണ്ട് ജീവിക്കുന്ന നീയാണോടാ ഇവളുടെ കാര്യം നോക്കാൻ പോകുന്നേ? അമ്മാവാ, ഇത് ഞങ്ങളുടെ കുടുംബ വിഷയോ, ഇതിൽ ഇടപെടാൻ നിൽക്കരുത്. ഞാൻ ഇടപെടൂടാ. ഇവക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതിയോടാ. കല്യാണം അടുത്ത സമയം നോക്കി ചേച്ചി ഭീഷണിപ്പെടുത്തിയ ഈ വീടിന്റെ അവകാശം തട്ടിയെടുക്കാന്ന് നീ കരുതിയില്ലേ? തട്ടിയെടുക്കേ? എനിക്കൊന്നും തട്ടിയെടുക്കേണ്ട കാര്യമില്ല. എനിക്ക് അവകാശപ്പെട്ട തന്നെയാ ഞാൻ ചോദിച്ചത്. ഈ വീട്ടിൽ നിനക്ക് എന്ത് അവകാശമാണോ ഉള്ളത്? ഇന്നേ വരെ ഈ വീട്ടിൽ നിന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? സ്വന്തം അച്ഛന്റെ ചിതയ്ക്ക് തീ കൊളുത്താൻ പോലും നീ ഉപകാരപ്പെട്ടില്ല. എന്റെ വീട്ടില് വലിഞ്ഞേറി വന്ന് ഷോ കാണിച്ചാലുണ്ടല്ലോ ചവിട്ടി കൂട്ടി ഞാൻ. നീ എന്നെ എന്ത് ചെയ്താലും എനിക്ക് ഒന്നുമില്ലടാ. ഇവളെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല. തന്നെ നീ ആരോടാ സംസാരിക്കുന്നതെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? നീ സ്വത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനായി അല്ലേ? എടി, നീ എന്നെ കൂടുതൽ ഉപദേശിക്കാനൊന്നും വരണ്ട. നീ സ്വത്തിന് വേണ്ടി തന്നെയല്ലേ ഈ വാശി പിടിക്കുന്നേ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടിയല്ല, ഇവൾക്ക് വേണ്ടിയാ ഞാൻ സംസാരിക്കുന്നത്. ഇവൾക്ക് വേണ്ടി തീരുമാനം എടുക്കാൻ നിന്നെ ആരാ ഏൽപ്പിച്ചത്? നിന്നെക്കാൾ മൂത്തത് ഞാനാ. അവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ ഞാൻ കൊടുത്തോളാം. ഇനി അതല്ല, മഹിമയുടെ പേര് പറഞ്ഞ് ഇവിടെ കിടന്ന് ഷോ കാണിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ അമ്മാവിന് കിട്ടിയതിന്റെ ബാക്കി നിനക്കും കിട്ടും. ആണോ? നീ ചേച്ചിയെ തല്ലൂടാ? ആണാണെങ്കിൽ തൊട്ട് കാണില്ല. നിർത്താനില്ല നിന്നോട് പറഞ്ഞതാ. ആ പേപ്പർ ഇങ്ങത്താ. ചേച്ചി, അച്ഛനുള്ളപ്പോ ഈ വീട് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അച്ഛൻ എന്നും ഈ വീടിനെ കുറിച്ച് നമ്മളെ കുറിച്ച് ഓർത്ത് അഭിമാനം ഉണ്ടായിരുന്നു. ഇന്ന് അതേ വീടിന് വേണ്ടി നമ്മൾ പരസ്പരം തല്ലി ചാകാൻ വരെ തയ്യാറായി. ഇവിടെ നടന്നതെല്ലാം നാട്ടുകാരറിഞ്ഞ അച്ഛൻ എന്തുമാത്രം നാണക്കേടുണ്ടാവുന്ന നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ? മതി. ഇനി ഈ വീടിന്റെ പേര് പറഞ്ഞ് ആരും പരസ്പരം വഴക്ക് കൂടരുത്. നമ്മൾ തമ്മിൽ തല്ലി പിരിഞ്ഞ തോൽക്കുന്നത് അച്ഛനാ. ഞാനിത് ഒപ്പിട്ട് തരണമെങ്കിൽ രണ്ട് കാര്യങ്ങളിൽ നീ എനിക്ക് ഉറപ്പ് തരണം. ഒന്ന്, നീ ഈ വീടിനെ നന്നായി നോക്കണം. അച്ഛന്റെ അമ്മയുടെ ഓർമ്മയായിട്ട് ഇത് മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. ഇത് വിറ്റ് കാശാക്കരുത്. അയ്യോ, മോൾ എന്തൊക്കെയാ പറയുന്നത്? ഞങ്ങളുടെ ഇത്രയും വർഷത്തെ സ്വപ്ന സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളത്. അങ്ങനെയുള്ള ഞങ്ങള് കൂടെയുള്ളപ്പോ മഹേഷിനെ ഈ വീട് വിൽക്കാൻ സമ്മതിക്കോ? ഞങ്ങൾ ഈ വീട് പൊന്നു പോലെ നോക്കിക്കോളാം. എനിക്ക് നിന്റെ വാക്കാണ് വേണ്ടത്. ഇതെന്റെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണല്ലേ, ഞാനിത് കൈവിടൂ? രണ്ടാമത്തെ കാര്യം, ഞാൻ ഇവിടെ ഇല്ലാത്തതിന്റെ ഒരു കുറവും മഹിമയ്ക്കുണ്ടാവരുത്. അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാറാവുന്നത് വരെയുള്ള അവളുടെ ചെലവുകൾ ഞാൻ നോക്കിക്കോളാം. അവൾക്ക് മനസമാധാനമായിട്ട് ഇവിടെ പഠിക്കാൻ നിങ്ങൾ സമ്മതിച്ചാ മതി. മോളെ, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല മാവ. നമ്മുടെ കുടുംബം തമ്മിൽ തല്ലുന്നതിനേക്കാളും നല്ലത് ഇത് തന്നെയാ.
മോളെ ഉൾച്ചരാതിൽ നീറുമേ ചെറുകിരാവിൻ അകലയായി മാഞ്ഞുവോ പാഴ്ക്കിനാവായി മാറിയോ നീ ഇറങ്ങിയടാ മോനെ. ഞാൻ ദേ ഇറങ്ങുന്നുള്ളൂ. എടാ ശാലിനി അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് മുമ്പ് ഒന്ന് ഇറങ്ങാൻ നോക്കടാ. അവിടെ മുമ്പിലെങ്ങാനും നീ ചെന്ന് പെട്ട നമ്മുടെ എല്ലാ പ്ലാനും തകരും. ഡാഡി പേടിക്കണ്ട, അവള് വരുന്നതിന് മുമ്പ് ഞാൻ പോയിരിക്കും. അല്ല നീ എങ്ങോട്ടായി പോകുന്നു? സിംഗപ്പൂർക്ക്. എന്റെ 2 കൂട്ടുകാരും കൂടെ ഉണ്ട്. അത് നന്നായി. രാജ്യത്തിന് പുറത്താവുമ്പോ എല്ലാവരുടെയും മുമ്പില് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിസ്സഹായനായിട്ട് എനിക്ക് നിൽക്കാമല്ലോ. ഞാനും അത് തന്നെ വിചാരിച്ചത്. നീ അവിടെ പോയി ഒരാഴ്ച ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് വാ. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് കലങ്ങി തെളിയും. എന്തായാലും മഞ്ജു നാട്ടുകാരുടെ മുമ്പിൽ നാണം കിടണം. അവളുടെ അച്ഛൻ കാരണം ഞാൻ അനുഭവിക്കേണ്ടി വന്ന അപമാനത്തിന് എനിക്ക് ഇങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യാൻ കഴിയട്ടെ. നമ്മൾ അവളോട് പകരം ചോദിക്കൂടാ മോനെ. അവളെ നരകിപ്പിക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. രാവിലെ 10 മണിക്കാണ് ഫ്ലൈറ്റ്. നീ എയർപോർട്ടിലോട്ട് എങ്ങനെയാണോ പോകുന്നത്? നിന്റെ വണ്ടി എടുക്കണ്ട കേട്ടോ. എനിക്ക് നാട്ടിൽ മുഴുവൻ കണ്ണുണ്ട്. നീ എങ്ങാനും നാട് വിടുകയാണെന്ന് അറിഞ്ഞാ ആകെ പ്രശ്നമാവും. അറിയാം, ഞാൻ എന്റെ കൂട്ടുകാരന്റെ കാറിലാണ് പോകുന്നത്. ആർക്കും ഒരു സംശയം തോന്നില്ല. അത് നന്നായി. ഞാൻ സിംഗപ്പൂരിലെത്തിയിട്ട് വിളിക്കാം. ശരിയടാ. ഹാപ്പി ജേർണി. താങ്ക് യു. അമ്മ അറിയോടാ? ആ, മുറയും കാണും. എടാ, നീ ഇന്നിനി പോണ്ട. നേരെ എത്ര ആയില്ലേ? നാളെ ഇവിടെ നിന്ന് ഒരുമിച്ച് കല്യാണത്തിന് പോവാം. ഗൗരിയമ്മ അവിടെ ഇല്ലല്ലോ. ഹേയ്, അമ്മ നാളെ വരുള്ളൂ. അപ്പൊ അമ്മ കല്യാണം കൂടുന്നില്ലേ? അമ്മയ്ക്ക് പിറന്നാളും കല്യാണം കൂടുന്നത് ഇഷ്ടമൊന്നുമല്ല. ഇനി 2 കല്യാണം കൂടുന്നതിനെ ഉദ്ദേശമുള്ളൂ എന്നാണ് അമ്മ പറഞ്ഞത്. ഒന്ന് നിന്റെയും പിന്നെ എന്റെയും. അതാരാ ഈ സമയത്ത്? ശാലിനിയാണല്ലോ അത്. ശാലിനി, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. ഈ പാതിരാത്രിക്കാണോ എന്റെ വീട്ടിലേക്ക് വരുന്നത്? ആളുകൾ കണ്ട എന്ത് വിചാരിക്കും? ഇത് കാരണം ഗോപാൽജിക്ക് എന്തുമാത്രം പേരുദോഷം ഉണ്ടാവും നിനക്കറിയാമോ? ഞാൻ നിന്നെ കണ്ട് പ്രേമിക്കാനൊന്നും വന്നതല്ല. അച്ഛന് പേരുദോഷം ഉണ്ടാവുന്നൊരു കാര്യം നടക്കാൻ പോവാ. അത് നിന്നെ അറിയിക്കാനാ ഞാൻ വന്നത്. എന്താ കാര്യം? സഞ്ജു ഒളിച്ചോടാൻ പോവാ. അവനെന്തിനാ ഒളിച്ചോടുന്നേ? ഇത് അവന്റെ ഇഷ്ടത്തിന് നടത്തുന്ന കല്യാണമല്ലേ? അവന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടാ. അവന് ഓരോ സമയത്ത് ഓരോ ഇഷ്ടങ്ങളാ. അപ്പൊ മഞ്ജുവിനോട് ഇഷ്ടം തോന്നി, ഇപ്പൊ വേറെ വല്ലവരോടും തോന്നിക്കാണും. അങ്ങനെ അവന്റെ ഇഷ്ടത്തിന് ഓരോ തീരുമാനങ്ങൾ മാറ്റി എങ്ങനെ ശരിയാവുക? അവനോട് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. ആ ധൈര്യത്തിൽ അവൻ എന്തും ചെയ്യും. അതിന്റെ പേരില് ആരുടെയൊക്കെ ജീവിതം നശിച്ചാലും അവനൊരു ചുക്കുമില്ല.